യേശു പറയുന്നു ദൈവരാജ്യം ഒരു കടുക്ക് മണി പോലെയാണ്. ഏറ്റവും ചെറിയ വിത്ത് അവഗണിക്കാൻ എളുപ്പമാണ്. ഏതാണ്ട് ഒന്നുമില്ല, ഒരിക്കൽ നട്ടാൽ അത് വളരുന്നു, അത് പടരുന്നു. പക്ഷികൾ അതിന്റെ ശാഖകളിൽ അഭയം കണ്ടെത്തുന്നു. ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്, കാഴ്ചയിലൂടെയല്ല മറിച്ചു കീഴടങ്ങലിലൂടെയാണ്. വലുപ്പത്തിലൂടെയല്ല വിശ്വാസത്തിലൂടെ. രാജ്യം നിശബ്ദമായി ആരംഭിക്കുന്നു. ബലഹീനതയിൽ മന്ത്രിച്ച ഒരു പ്രാർത്ഥന, ക്ഷമിക്കാനുള്ള തീരുമാനം, കുർബാനയിലേക്ക് മടങ്ങുക, ഉറ്റമാനസാന്തര പ്രവൃത്തി, വിറയ്ക്കുന്ന എന്നാൽ സത്യസന്ധമായതേ. ഇവ വളരെ ചെറുതാണെന്ന് നാം കരുതുന്നു. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ഒരു വിത്തിൻ സ്വയം മാറാൻ ശക്തിയില്ല, അത് കുഴിച്ചിടണം. മറഞ്ഞിരിക്കുന്നു, കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ മാത്രമേ ജീവിതം പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പരിവർത്തനം അദൃശ്യമായി സംഭവിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിലൂടെ വിട്ടുകൊടുക്കാൻ പര്യാപ്തമായത്. ശൗലിനെ ഓർക്കുക, ദൈവത്തിന്റെ സമയത്തിനു മുമ്പ് അവൻ ശക്തിക്കായി ശ്രമിച്ചു, അതും എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ദാവീദ് ഏതാണ്ട് ഒന്നുമില്ലാതെയാണ് ആരംഭിച്ചത്. 5 മിനുസമാർന്ന കല്ലുകൾ, ഒരു ഇടയന്റെ വിശ്വാസം, കർത്താവിലുള്ള പൂർണ്ണ ആശ്രയം. കാണുക, ദൈവം ചെറിയതിനെ വർദ്ധിപ്പിച്ചു. ദൈവം എപ്പോഴും അങ്ങനെ ചെയ്യുന്നു. സ്വർണപ്പണിക്കാരന്റെ പൊടിയെ കുറിച്ച് ചിന്തിക്കുക. തറയിൽ നിന്ന് തൂത്തുവാരുന്നു, പാഴായതായി തോന്നുന്നു. എന്നാൽ ക്ഷമയോടെ ശുദ്ധീകരിച്ചാൽ ചെറിയ സ്വർണ്ണക്കഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്നതിൽ മറഞ്ഞിരിക്കുന്ന നിധി. ഞാനിതൊരിക്കൽ യൂത്തുവിന് കണ്ടു. സൈക്കിൾ കാരവൻ ചവിട്ടുന്നൊരു കുടുംബം. അവർ ഒരു സമയം ഒരു രൂപ ചോദിച്ചു, ഒന്ന് മാത്രം. ആ ചെറിയ നാണയങ്ങളിൽ നിന്ന് അവർ 5 വികലാംഗ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു. പടരൂപ 5 വീടുകൾ, സ്വർണം ശുദ്ധീകരിച്ചത്. കുരിസ്തന്നെ ആനനാക്കം നികരിച്ചു. പഴാതയം തോന്നരുണ്ടയാണ് ക്ഷീണവിക്ഷണായി ക്രിസ്തുവിനിറത് ചെയ്നി യോഗത്തിൻ റിച്വായി. അതുകൊണ്ട് ഇന്ന് കർപ്പാരിതൊനാത്രമാണ് ചോദിക്കുന്നത്. നിണ്ടുരിത്ത മടലതോലിക്കുവാൻ വളരെ ചെറുതായി കൊള്ളുന്ന താരിന്നരെ ദൈവത്തെ ശ്വസത്തിന് ചെറിയലുല തന്നലിനിണ്ടിക്കേരും. ദൈവമൊരിക്കലും അങ്ങനെ ചെയ്യുന്നയ്യ. നിങ്ങളുടെ ചെറിയതാടന്നല്ലിൽ വളരെ
ബലഹീനക നിങ്ങളുടെ വിശ്വാസം മാറാനുള്ള ആഗ്രഹം അവരു സമർപ്പിക്കുന്നു. മറ്റുള്ളവൻ ചെയ്യുക നിന്ന ശോകകലി വിശ്രമം അവയം വ്യത്യാചന്തിവ കന്നെത്തുന്നതുവരെ ദൈവം ഇന്നലെ ദിനരാജ്യം വരുത്തുന്നു കർപ്പാമായേശുവേ നിന്റെ വചനം നങ്ങരുട് ഒള്ളിലാഴത്തീങ്ങരുത് നിന്റെ മറഞ്ഞിരിക്കുന്ന പ്രവൃത്തി വിശ്വസിക്കാൻ നിന്റെ ടിഖനയം നീ അങ്കടമുപേക്ഷത്ത്